2018 ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതുമായി ബന്ധപ്പെടുത്തി LDF എടുത്ത് ആവേശത്തിന് അവർക്ക് നല്ല പണിയാണ് അയ്യപ്പൻ കൊടുത്തത്. വളരെ കൃത്യമായി കേരളത്തിലെ സ്ത്രീ മനസ്സ് അന്ന് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 19 സീറ്റിലാണ് ആലപ്പുഴയിലെ ആരിഫ് ഒഴിച്ച്, അത് തന്നെ ഷാനിമോൾ ഉസ്മാനിൻ്റെ പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പ് വഴക്ക് കൊണ്ടാണ് കോൺഗ്രസ് തോറ്റത്. അല്ലെങ്കിൽ 20 സീറ്റും കോൺഗ്രസിന് കിട്ടുമായിരുന്നു. പിന്നെ തുടർച്ചയായിട്ട് പാർലമെൻറ്റിൽ 19 സീറ്റും അവർ നിലനിർത്തി. ഇപ്പോഴിതാ കേരളത്തിൽ മൂന്നാം പിണറായി സർക്കാർ ഇല്ല എന്നുള്ള വാർത്തയാണ്. ജനങ്ങൾക്ക് ആടും കോഴിയും പൈസയും കൊടുത്തൊന്നും കേരള മനസാക്ഷിയെ മാറ്റാൻ കഴിയില്ല. അവർ നിൽക്കുന്നത് വിശ്വാസത്തിൻ്റെയും നീതിയുടെയും ഭാഗത്താണ്. ഇപ്പോൾ ഓരോ കേസുകളായിട്ട് നമ്മൾ എടുത്താൽ കേരളം UDFൻ്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാണിക്കുന്ന ട്രെൻഡ്, നമ്മളിതൊരു 10 മണിക്കാണ് ഇത് ചെയ്യുന്നത്. ആ സമയം കൂടെ വളരെ പ്രധാനമാണ്. ഓരോ വീഡിയോയിലും 10 മണിക്ക് ഇത് ചെയ്യുമ്പോൾ UDFൻ്റെ ഒരു തേരോട്ടമാണ്. തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ NDA 1ാം സ്ഥാനത്ത് വരും എന്ന് നമ്മൾ പറഞ്ഞാണ് പോയത്. അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മുന്നണി ആരുണ്ടാക്കുമെന്നുള്ളതൊക്കെ അനുസരിച്ച് ഇനിയും 1 മണിക്കൂർ കൂടി സമയമെടുക്കാനുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരത്ത് NDA വരികയും UDFൻ്റെ തേരോട്ടം നടക്കുകയും ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത 2026 തെരഞ്ഞെടുപ്പ് LDFനെ സംബന്ധിച്ചിടത്തോളം വാട്ടർലൂ ആയിരിക്കും. പിണറായി വിജയനായിരിക്കും CPMൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി എന്നുള്ളതായിരിക്കും കേരളത്തിൽ വരാൻ പോകുന്നത്. പിണറായി വിജയനോട് വളരെ സന്തോഷത്തോടു കൂടിയും ആനന്ദത്തോടുകൂടി ഒരു കാര്യം പറയാനുള്ളത്, കേരള മനസാക്ഷിയുടെ പൊതുബോധത്തെ ചോദ്യം ചെയ്യരുത്. ശബരിമല വിഷയമായിരുന്നാലും 1957 മുതൽ 50 മുതൽ തുടങ്ങിയ പണിയാണിത്. 57ലും ഇത് തന്നെ സംഭവിച്ചു. കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയെ ചോദ്യം ചെയ്താൽ ഇപ്പോൾ തന്നെ നോക്കൂ, നമ്മുടെ മുട്ടട വാർഡെടുത്താൽ വൈഷ്ണ ജയിച്ചിരിക്കുകയാണ്. വളരെ പരമ്പരാഗതമായ CPMൻ്റെ കോട്ടയാണ് മുട്ടട. അവിടെ വൈഷ്ണ ജയിച്ചിരിക്കുകയാണ്. അതിലൊരു നീതിബോധത്തിൻ്റെ പ്രശ്നമുണ്ട്. കാരണം വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വത്തെ ബന്ധപ്പെടുത്തി വലിയ പ്രതിസന്ധിയാണ് ആ വാർഡിലും കേരളത്തിലാകെ ചർച്ച ചെയ്തത്. അവിടെ ഒരു നീതിബോധം വർക്ക് ചെയ്തിരിക്കുന്നു. ആളുകൾ പരസ്യമായി പോയി വൈഷ്ണയ്ക്ക് വോട്ട് ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ അയാൾ ജയിക്കാൻ കഴിയില്ലല്ലോ. അതുപോലെ തന്നെ കേരളം ഒരു UDF ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഉണ്ണി ബാലകൃഷ്ണനൊക്കെ പറയുന്നത് പോലെ കേരളം UDF പിടിച്ചാൽ അത്ഭുതമില്ല. കാരണം 2026 UDFൻ്റേതാണ്. അങ്ങനെ വരുമ്പോൾ അടുത്ത് വരുന്ന 2031 UDF വേഴ്സസ് BJP ആയി മാറിയാലും അത്ഭുതമില്ല. CPMനെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനത്തെ വാട്ടർലൂ ആണ്. CPMൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറുമോ എന്നുള്ളതാണ് കേരളം കാത്തിരിക്കുന്നത്. 3ാം ടേം പിണറായിക്കില്ല എന്നതിൻ്റെ സെമി ഫൈനലാണ്. അതായത് നമ്മൾ പലപ്പോഴും പറഞ്ഞിരുന്നു, ഇത് സെമി ഫൈനലാണ്, ഇതൊരു കട്ടൺ റേസറാണ്. ഈ കട്ടൺ റേസറിൽ ആര് നേടും അതനുസരിച്ചായിരിക്കും വരുന്നത്. കൃത്യമായി നമ്മളിപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് വളരെ വലിയ ഗൗരവമുള്ള നേട്ടങ്ങൾക്കാണ്. അതേസമയം തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരത്ത് NDA ആണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അത് അവർ 20 സീറ്റുകളോളം മുന്നിലേക്ക് പോയിട്ടുണ്ട്. തൊട്ടുകൂടെ വഞ്ചിയൂർ ബാബു ജയിച്ചു, പേട്ടയിൽ ദീപക് ജയിച്ചു. അങ്ങനെ ആ ബെൽറ്റ്, പേട്ട എന്നും എല്ലാ കാലവും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥലമാണ്. വഞ്ചിയൂരും ഒക്കെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ബെൽറ്റാണ്. അവിടെയെല്ലാം ഇടതുപക്ഷം ജയിക്കുന്നു. അതേസമയം UDF മോശമല്ലാത്ത രീതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 10-11 സീറ്റുകളിലേക്ക് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു തൂക്ക് സഭയിലേക്ക് പോകുമോ? തൃശ്ശൂരിലാണെങ്കിൽ LDF വ്യക്തമായ മുൻതൂക്കത്തിലേക്ക് പോകുന്നു. അതേസമയം മറ്റ് കോർപ്പറേഷനുകൾ കണക്കെടുക്കുമ്പോൾ 4 കോർപ്പറേഷനെങ്കിലും UDF വളരെ കൃത്യമായ മുന്നോട്ട് പോകുന്നു. വീണ്ടും എറണാകുളത്തേക്ക് വരുമ്പോൾ UDFൻ്റെ കഥ വരുന്നു. ഇതിങ്ങനെ ട്രെൻഡാണല്ലോ. ഓരോ മിനിറ്റും ഓരോ ചാനൽ നോക്കുമ്പോൾ ട്രെൻഡ് ഇങ്ങനെ മാറി മാറി വരികയാണ്. കേരളത്തിൽ 4 കോർപ്പറേഷനുകളെങ്കിലും UDF പിടിക്കുമെന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ ജില്ലാ പഞ്ചായത്തുകൾ പലതും UDF, അത് ജില്ലാ പഞ്ചായത്ത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, 7 ജില്ലാ പഞ്ചായത്തിലധികം UDF പിടിക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ എന്തായാലും ജില്ലാ പഞ്ചായത്തുകളും പിടിക്കുകയും കോർപ്പറേഷനുകളും പിടിക്കുകയും ചെയ്താൽ ഗ്രാമപഞ്ചായത്തുകൾ ആര് പിടിച്ചാലും UDF തന്നെയായിരിക്കും അടുത്ത് വരാൻ പോകുന്നത്. പക്ഷേ എനിക്ക് UDFനോട് പറയാനുള്ളത്, നിങ്ങൾ അളിയനാണോ മച്ചമ്പിയാണോ എന്ന് തർക്കിച്ച്, സതീഷാണോ VD സതീശനാണോ രമേശ് ചെന്നിത്തലയാണോ എന്ന് തർക്കിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അടി ഉണ്ടാക്കൂ, ഞങ്ങൾ 3ാമത് KC വേണുഗോപാൽ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും കൂടി ഈ ആൾ കൂടുമ്പോൾ പാമ്പ് ചാവില്ല എന്ന് പറഞ്ഞ പോലെ, വീട്ടിൽ ആഘോഷം നടക്കുമ്പോൾ അടി നടക്കുമെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ തർക്കത്തിനും വഴക്കിനും പോകാതിരുന്നാൽ കേരളത്തിൽ വളരെ കൃത്യമായ ഒരു ആൻറ്റി ഇൻകംബൻസ് ഭരണവിരുദ്ധ വികാരമുണ്ട്. അതിലേറ്റവും പ്രധാനം ശബരിമല അയ്യപ്പനാണ്. കേരളം എന്നും ആദിശങ്കരൻ്റെ നാട് മുതൽ ഇന്ന് വരെ വളരെ കൃത്യമായി വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ടുപോകുന്നൊരു നാടാണ്. അത് 1957 തെരഞ്ഞെടുപ്പിൽ ശബരിമല തീവെപ്പിന് ആധാരമായ ആളുകളെ കണ്ടുപിടിക്കുമെന്ന് MN ഗോവിന്ദൻ നായർ പറഞ്ഞിട്ട് പറ്റിച്ച കാലം മുതൽ ഇന്ന് വരെ എടുത്താൽ, EMSൻ്റെ മന്ത്രിസഭ മുതൽ ഇന്ന് വരെ എടുത്താൽ, വിശ്വാസ പ്രമാണങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് പോകാൻ കഴിയില്ല. നീതിബോധത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പോകാൻ കഴിയില്ല. ദിലീപിൻ്റെ വിധി വന്ന ദിവസമാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ദിലീപിൻ്റെ വിധിയും കണ്ടുകൊണ്ടാണ് സ്ത്രീകൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോയത്.
അവർ പ്രതിഷേധിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? മാത്രമല്ല നല്ലൊരു ശതമാനം സ്ത്രീകൾ പോയില്ല, അങ്ങനെയോ അവർ പ്രതിഷേധിച്ചു. കുറച്ച് പേർ പോയില്ല, പോയവർ UDF-നെ കൈയുയർത്തി ഇറക്കുന്നു. എന്തായാലും കേരളം ഈ പറയുന്ന കൊള്ളരുതായ്മകൾക്കൊന്നും കേരളം തലവയ്ക്കില്ല എന്നുള്ള വളരെ കൃത്യമായ മെസ്സേജാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ട്രെൻഡ് മറിയാം, കാര്യങ്ങൾ മാറി മറിയും. അടുത്ത 1-2 മണിക്കൂർ കൂടെ കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല. ഫൈനൽ റിസൾട്ട് ഉച്ചയോടുകൂടിയൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ വളരെ കൃത്യമായൊരു വിശകലനം കിട്ടും. നാളെയും മറ്റന്നാളുമായിട്ടൊക്കെ നമ്മൾ ബാക്കി വിശകലനം നടത്തും. കേരള രാഷ്ട്രീയം എങ്ങനെ മാറി ചിന്തിക്കുന്നു. ഇവിടെ UDF-ന്റെ ഒരു വലിയ, ഏറ്റവും വലിയ UDF-ന്റെ ഒരു നേട്ടം, അത് നേട്ടമായി കാണാതിരിക്കാനാവില്ല. എന്താണ് UDF-ന്റെ നേട്ടം? BJP കൂടെ ഉണ്ടായിട്ട്. അതേസമയം LDF UDF ആണ് നിൽക്കുന്നതെങ്കിൽ, 2 മുന്നണിയായി നിന്ന കാലത്ത് മാറി മാറി വരും, LDF ഒരു UDF ഒരു. പക്ഷേ മൂന്നാമതൊരു കക്ഷി വളരെ പ്രധാനമായി വന്ന് BJP NDA, പ്രത്യേകിച്ച് തുഷാർ വെള്ളാപ്പള്ളി, എന്ത് പറഞ്ഞാലും തുഷാർ വെള്ളാപ്പള്ളിയുടെ കുറച്ച് പേരുണ്ടല്ലോ. അങ്ങനെ തുഷാർ, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കാമരാജ് നാടാർ കോൺഗ്രസിന്റെ, കാമരാജ് കോൺഗ്രസിന്റെ പിന്നെ വിഷ്ണുനാഥ്, പിന്നെ വിഷ്ണുപുരം ചന്ദ്രശേഖർ, ഇവരെല്ലാം കുറച്ച് വോട്ടുകളുണ്ട്. ഇതെല്ലാം വരുന്ന വോട്ടുകളെല്ലാം കോൺഗ്രസിന് കിട്ടിയിരുന്ന വോട്ടുകളാണ്. അതെല്ലാം മാറി BJP മുന്നണി കൊണ്ടുപോയിട്ടും, NDA മുന്നണി ആ വോട്ടുകളെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടും UDF വരുന്നുവെങ്കിൽ, അവരില്ലായിരുന്നെങ്കിൽ UDF വലിയ വിക്ടറിയിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ UDF-ന്റെ മനസാക്ഷിയിലേക്ക് ജനങ്ങൾ ചിന്തിക്കുന്നത് UDF-ന്റെ കഴിവ് കൊണ്ട് മാത്രമാണെന്ന് UDF അഹങ്കരിക്കേണ്ട. കോൺഗ്രസിന്റെ ശക്തി കണ്ടുകൊണ്ടോ കഴിവ് കണ്ടുകൊണ്ടോ അല്ല UDF. കാരണം വേറെ ഓപ്ഷൻ ഇല്ല. BJP-ക്കുള്ളൊരു ഓപ്ഷൻ കൊടുക്കാൻ സമയമായിട്ടില്ല എന്നുള്ളൊരു ചിന്തയുണ്ട്. അല്ലെങ്കിൽ BJP വരുമോ എന്നുള്ള ഭയമുണ്ട്. വരുമോ എന്നുള്ളൊരു, വരാൻ സാധ്യതയില്ല എന്നുള്ളൊരു ചിന്തയാണ് കിടക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനമായി കിടക്കുന്ന ചിന്ത UDF-ന് അനുകൂലമാണ് കാര്യങ്ങൾ. പ്രത്യേകിച്ച് പത്തനംതിട്ട നോക്കൂ. പത്തനംതിട്ടയിലെ വളരെ ശബരിമല അയ്യപ്പൻ ഇരിക്കുന്ന ജില്ലയാണ്. അവിടെ ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തി തട്ടിപ്പ് നടത്തിയപ്പോൾ തന്നെ അയ്യപ്പൻ തീരുമാനിച്ചു പണി കൊടുക്കേണ്ടി വരും. എന്തായാലും വലിയ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ രാജിവെക്കുമോ? അടുത്ത വളരെ കൃത്യമായൊരു ചോദ്യമാണ്. പിണറായി വിജയൻ രാജിവെക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതും വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഇലക്ഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ്. മുനമ്പത്ത് വാർഡിൽ BJP ജയിച്ചു. അതായത് നോക്കൂ, നമ്മളൊരു അവിടെയൊക്കെ സംഭവിക്കുന്നത് ജാതിയും മതമൊന്നുമല്ല. ഇവിടെയൊക്കെ ഒരു നീതിബോധം വർക്ക് ചെയ്യാണ് കേരളത്തിൻ്റെ. ഞാൻ ഈ ഇലക്ഷനെ കാണുന്നത് അങ്ങനെയാണ്. അല്ലാതെ ഇതൊരു BJP ജയിച്ചു അല്ല UDF ജയിച്ചു LDF അങ്ങനല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയം ചിന്തിക്കുന്നത്. നീതിബോധത്തിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. കാരണം ഒന്നുമല്ല, മുനമ്പത്തൊരു നീതികേട് നടന്നു എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? നീതിയുടെ കൂടെ ജനങ്ങൾ നിൽക്കും. വൈഷ്ണവയുടെ കേസിൽ ഒരു നീതികേട് നടന്നു എന്ന് കേരള സമൂഹം വിശ്വസിക്കുന്നു. ആളുടെ പരമ്പരാഗതമായി മുട്ടട വാർഡിലുള്ള ആളിന് സാങ്കേതികമായി അവരുടെ വോട്ട് തടസ്സപ്പെടുത്തിയപ്പോൾ ഹൈക്കോടതി അടക്കം ഇടപെട്ടുകൊണ്ട് വോട്ട് കൊടുത്തു. അപ്പോൾ ഒരു നീതിബോധം കേരളത്തിലുണ്ട്. അതുകൊണ്ട് കേരളം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു കാര്യം വളരെ ശ്രദ്ധമാണ്. അത് LDF-ഉം UDF-ഉം BJP-യും പഠിക്കേണ്ടതാണ്. കേരളത്തിൻ്റെ മനസാക്ഷിയെയും നീതിബോധത്തെയും ആര് തൊട്ടാലും അപ്പോഴൊക്കെ കേരളം പ്രതികരിച്ചിട്ടുണ്ട്. അതിലേറ്റവും വലിയൊരു ബോധമാണ് വിശ്വാസത്തിൻ്റെ ബോധം. അത് ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെടുത്തിയിട്ടായാലും മറ്റ് വിഷയങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടായാലും വിശ്വാസങ്ങളുടെ ഒരു കാലം ആണ് നമുക്ക് വരുന്നത്. വിശ്വാസത്തെ നമുക്ക് ചോദ്യം ചെയ്താൽ കൈ പൊള്ളിയിട്ടുണ്ട്, എല്ലാ കാലത്തും കൈ പൊള്ളിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ നീതിബോധത്തിൻ്റെ കാര്യം. പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്നതിലുള്ള ഒരു നീതികേട്, ഇത് രണ്ടും കേരള സമൂഹം കൃത്യമായി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. UDF-ന്റെ തേരോട്ടമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫൈനലിലേക്ക് വരുമ്പോൾ എന്താകുമെന്നുള്ളത് നമുക്ക് അടുത്ത വിശകലനങ്ങളിലേക്കും വീഡിയോകളിലേക്കും ചെയ്തു പോകാം.